പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന വിഷയങ്ങൾ വളരെ പരിചിതവും സുപരിചിതവും അർത്ഥവത്തുള്ളതും ആത്മീയതയുള്ളതും ആത്മാ ചൈതന്യമുള്ളതുമായ ദൈവിക വചനമാണ്. പാട്ടുകളൊക്കെ കേൾക്കുവാനുള്ള മാധ്യമങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വചനത്തിന് വളരെയധികമായ പ്രാധാന്യതയുണ്ട്. വചനമാണ് നമ്മെ നിലനിർത്തുന്നത്. വചനമില്ലായികയാൽ നിങ്ങൾ ഒഴുകിപ്പോകുന്നു എന്ന് പൗലോസ് പറയുന്നു. കേട്ടത് അധികം ശ്രദ്ധയോടെ കൈക്കൊള്ളണം. കേൾക്കുന്നത് ശ്രദ്ധയോടെ വിവേചിക്കണം. കേൾക്കുന്നത് ശ്രദ്ധയോടെ വ്യാഖ്യാനിക്കണം. അത് മനസ്സിലാക്കണം. അത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം പരിജ്ഞാനം ഉള്ളവരായി മാറണം. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ആഴമായി പതിയുമ്പോൾ ആ വചനത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ ശോധന ചെയ്യുവാൻ കഴിയും. വചനവുമായിട്ട് നമ്മൾ ഒത്തുനോക്കുമ്പോൾ നമുക്ക് അവർ ആരാകുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയും. അവരുടെ പ്രസംഗത്തിന്റെയും അവരുടേതായ ശുശ്രൂഷകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും അവരുടെ ജീവിതത്തെയും വചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയണം. എങ്കിൽ മാത്രമേ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അർത്ഥവത്തുള്ള ഒരാത്മീയ ജീവിതം കെട്ടിയുയർത്തുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ദൈവത്തിന്റെ ദാസന്മാർ കൂടുതലും ദൈവവചനങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായിരിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട്, തളർന്നു പോകാത്തവരാകണം, വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം. അതുകൊണ്ട് ഈ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് നല്ല പുറപൊരുതുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ച് ചിന്തിച്ചതായിരിക്കുന്ന ഒരു വിഷയമുണ്ട്. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 30-ാമത്തെ വാക്യം. എന്നാൽ കാലേബ് മോശയുടെ മുൻപാകെ ജനത്തെ നിർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, പഴയ നിയമ കാലഘട്ടത്തിലെ അനുഗ്രഹീതരായ ഒരു ദൈവദാസനാണ് കാലേബ്. ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്ത് കടന്നു വരുമ്പോൾ വാഗ്ദത്തം ചെയ്തതായിരിക്കുന്ന ദേശത്ത് അവർക്ക് എത്തണമെന്നുള്ള വലിയ ആഗ്രഹത്തോടും താല്പര്യത്തോടും ആത്മാവിന്റെ വാഞ്ചയോടും കൂടെ പിതാക്കന്മാരോടുള്ളതായിരിക്കുന്ന വാഗ്ദത്തം ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ വേണ്ടി അവർ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. അവർ പുറപ്പെട്ട് കടന്നു വന്നപ്പോൾ 12 ഗോത്രത്തിൽ നിന്നും ആളുകളെ തിരഞ്ഞെടുത്ത് മോശ, നിങ്ങൾ കനാൻ ദേശം ഒന്ന് കണ്ടുവരണം. കനാൻ ദേശം കണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ അത് വളരെ പ്രയാസമുള്ള കാര്യമാകുന്നു എന്ന് പലരും പറഞ്ഞു. അല്ല, നിങ്ങൾ പോകണം. അങ്ങനെ 12 പേരെ അയച്ചു. അവരൊക്കെയും കണ്ട് ഇഷ്ടപ്പെട്ടു, ഫലങ്ങൾ കൊണ്ടുവന്നു. അഭിപ്രായങ്ങൾ മോശ ചോദിച്ചപ്പോൾ 10 പേരും ഒരേ അഭിപ്രായം പറയുകയാണ്, വളരെ പ്രയാസമാണ് പോകാൻ. എന്നാൽ കാലേബും യോശുവയും പറഞ്ഞൊരു വാക്കുണ്ട്, യഹോവ അനുവദിക്കുന്ന പക്ഷം നമ്മൾ അവിടെ കടന്നു ചെല്ലും, നമ്മൾ അത് കൈവശപ്പെടുത്തും, നമ്മൾ അത് അളന്നെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവവിശ്വാസികളെ, 2024 എത്രയോ കാര്യങ്ങൾ ദൈവത്തോട് നിങ്ങൾ ചോദിച്ചിരുന്നു. 23 ചോദിച്ചിരുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമുക്ക് അളക്കുവാനുള്ളതായിരിക്കുന്ന അളവുനൂല് ഓരോ വ്യക്തികളുടെയും കയ്യിൽ തന്നിട്ടുണ്ട്. വെറുതെ നിങ്ങളുടെ കയ്യിലേക്കൊന്ന് നോക്കിക്കേ. അളവുനൂല് കയ്യിലുണ്ടോ? ഉണ്ട് എങ്കിൽ അത് മുറുകെ പിടിച്ചുകൊണ്ട് 2024 കഴിയാത്തത് 2025 എനിക്ക് അളന്നെടുക്കുവാൻ കഴിയണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അത് അളന്നെടുക്കുവാൻ കഴിയും. അത് വസ്തുവാകട്ടെ, അളന്നെടുക്കുവാൻ കഴിയണം. ഒരു വീട് അളന്നു മേടിക്കാൻ കഴിയണം. ഇത്ര സ്ക്വയർ ഫീറ്റ്
അളന്നു വാങ്ങാൻ കഴിയണം. നിങ്ങൾ വെട്ടാത്തതായിരിക്കുന്ന കിണറ്റിലെ വെള്ളം നിങ്ങൾ കുടിക്കും എന്നുള്ള വാഗ്ദത്തമാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കപ്പെടണം. നിങ്ങൾ വെക്കാത്തതായിരിക്കുന്ന ഫലങ്ങൾ നിങ്ങൾ ഭക്ഷിക്കുമെന്നുള്ളതാണെങ്കിൽ അത് സാധ്യമായി തീരണം. മാത്രമല്ല, ദൈവം തലമുറകളെ ദൈവം തന്നു. അവരുടെ വിദ്യാഭ്യാസത്തെ അളന്ന് എടുക്കുന്നവരാകണം. അവര് ദേശം അളന്നു പിടിക്കുന്നവരായിരിക്കണം. രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കണം. അവരുടെ യാത്രകളും അവരുടേതായിരിക്കുന്ന പ്രവർത്തനങ്ങളും അവരുടേതായിരിക്കുന്ന ജോലിയും അവരുടേതായിരിക്കുന്ന ബിസിനസ്സും അവരുടേതായിരിക്കുന്ന കാഴ്ചപ്പാടുകളും അത് അളന്നെടുക്കുന്ന ഒരു കാഴ്ചപ്പാട് അവരുടെ കയ്യിലായിരിക്കണം. അതുകൊണ്ടാണ് ദൈവം യോശുവോട് പറഞ്ഞത്, നിന്റെ ഉള്ളംകാലിൽ ചവിട്ടുന്ന ദേശം ഞാൻ നിനക്ക് തരും. നിന്റെ കണ്ണുകൊണ്ട് നോക്കുന്ന നീ എവിടം വരെ എത്തുമോ അവിടെയൊക്കെയും നിന്റെ കണ്ണെത്തുന്നുവെങ്കിൽ അത് ഞാൻ നിനക്ക് അവകാശമായിട്ട് തരും. ഇത് ലഭിക്കപ്പെടുവാനായിട്ട് നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ദൈവത്തിന്റെ ന്യായപ്രമാണം നിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അത് നെറ്റിമേലൊരു അടയാളമായി, അത് കൈമേലൊരു പട്ടമായി നീ പോവുകയും വരികയും ചെയ്യുമ്പോൾ നീ ധ്യാനിക്കണം. അതിലൂടെ ദൈവം നിനക്ക് അനുഗ്രഹങ്ങളും നന്മകളും തരും. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഈ കാലേബ് വളരെയധികം സവിശേഷമുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസനെ അതിനായിട്ട് നിയോഗിച്ചത്. ആ ദേശം കാണുവാൻ പോകുമ്പോൾ 40 വയസ്സാണ്. 40 വയസ്സ് ഒരു പ്രായത്തിന്റെ മധ്യഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. അയ്യോ, എനിക്ക് പ്രായമായല്ലോ, ഇനി എന്നെ കൊണ്ടൊന്നും ആവില്ല, എനിക്കതിനുള്ള ആരോഗ്യമില്ല, അതിനുള്ള ശക്തിയില്ല, അതിനുള്ള കാഴ്ചപ്പാടില്ല, അതിനുള്ളതായിരിക്കുന്ന സാമ്പത്തികമില്ല. നമ്മൾ പലതും പറഞ്ഞൊഴിയുന്നവരാണ്. എന്നാൽ ദൈവികമായിരിക്കുന്ന ഒരു ശക്തി നമ്മളിൽ വസിക്കുന്നു എങ്കിൽ, ദൈവികമായിരിക്കുന്ന കൃപ നമ്മളിൽ വ്യാപരിക്കപ്പെടുന്നു എങ്കിൽ, ദൈവികമായിരിക്കുന്ന പ്രവൃത്തി നമ്മളിൽ ഫലമാകാൻ പോകുന്നു എങ്കിൽ പ്രായം ഒരു വിഷയമേ അല്ല. പ്രായത്തിലല്ല, പ്രവൃത്തിയിലാണ് കാര്യം. ആ പ്രവൃത്തി ആയിരിക്കണമെങ്കിൽ നമുക്ക് ദൈവികമായ ഒരു ശക്തി വേണം. കാലേബിനെ കുറിച്ച് പറയുമ്പോൾ കാലേബ് ശക്തനായിരുന്നു എന്നുള്ളതാണ്. ആ വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്നത് ഒരു ദൈവികമായ ഒരു ശക്തിയായിരുന്നു. മറ്റൊന്ന്, മറ്റുള്ളവർക്ക് ലഭിക്കപ്പെടാത്തതായിരിക്കുന്ന ഒരാത്മവരത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു. ആത്മവരത്തിന്റെ ഒരിക്കൽ ദാവീദ് പറഞ്ഞല്ലോ, പുതിയൊരു ഹൃദയം എനിക്ക് നൽകി പുതിയൊരാത്മാവിനെ എന്നിൽ സൃഷ്ടിക്കണമേ, നൽകണമേ. അപ്പോൾ പുതിയ ഒരാത്മാവിന്റെ ഒരു ശക്തി ഉണ്ടായിരുന്നു. മറ്റൊന്ന്, വിവേകമുള്ളവനായിരുന്നു. ഇതിനെ വിവേചിക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമായിരുന്നു കാലേബിന്റേത്. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒന്ന്, പുതിയൊരാത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, പുതിയ ശക്തി നമ്മളിൽ പകർന്നിട്ടുണ്ടെങ്കിൽ, പുതിയൊരു വിവേക വരം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. കാലേബിന് മറ്റൊരു സവിശേഷതയുള്ളത് ശക്തവും തിളക്കവുമുള്ള വ്യക്തിയായിരുന്നെന്ന. തൻ്റെതായിരിക്കുന്ന ശബ്ദം അത് തിളക്കമുള്ള ശബ്ദമായിരുന്നു, ഗാംഭീര്യമുള്ളതായിരുന്നു. ഇന്ന് ധാരാളം ശബ്ദങ്ങളുണ്ട്. ദാവീദ് ഒരിക്കൽ പറഞ്ഞു ദൈവത്തിന്റെ ശബ്ദത്തെക്കുറിച്ച്, ദൈവത്തിന്റെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നതാണ്. ദൈവത്തിന്റെ ശബ്ദം പാറകളെ തകർക്കുന്നതാണ്. ദൈവത്തിന്റെ ശബ്ദം ഭൂമിയെ കിടകിടാ വിറപ്പിക്കുന്നതാണ്. ആ ദൈവികമായിരിക്കുന്ന ശബ്ദം ഉൾക്കൊണ്ടുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട്, പ്രവൃത്തിയുടെ മാധുര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ദൈവത്തിന്റെ ദാസൻ തിളക്കമുള്ളവനായി മാറണം. അതാണ് പൗലൂസിന് തിളക്കമുള്ള ഒരു പൗലൂസാക്കി മാറ്റി സുവിശേഷ വേലയിൽ. അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ തിളക്കമുള്ള ഒരു ശുശ്രൂഷകൻ, തിളക്കമുള്ള പ്രവർത്തനങ്ങൾ. സ്തോത്രം. ഈ നാളുകളിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷകളാകട്ടെ, പ്രവർത്തനമാകട്ടെ, ജോലിയാകട്ടെ, സാമൂഹ്യമായ ഇടപെടലുകളാകട്ടെ, പ്രവർത്തനങ്ങളാകട്ടെ, അതിലൊക്കെയും ഒരു
ഒരു സൗന്ദര്യം ഉണ്ടായിരിക്കണം, തിളക്കമുണ്ടാകണം, ഒരു വെളിച്ചമുണ്ടായിരിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. 44-ാം സങ്കീർത്തനം 23-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, കർത്താവേ നീ ഒന്ന് ഉണരണമേ, എന്നെ ഒന്ന് ശക്തീകരിക്കാൻ, നീ എന്നെ ഒന്ന് ബലപ്പെടുത്തുവാൻ, നീ എന്നെ ഒന്ന് ഉണർത്തുവാൻ, എന്നെ ശക്തിയോടെ കൈപിടിച്ച് നടത്തണമേ. അതാണ് 44-ാം സങ്കീർത്തനം പറയുന്നത്. 46-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, ദൈവം എൻ്റെ അരികെയുണ്ട്, ദൈവം എൻ്റെ മധ്യത്തിലുണ്ട്, ദൈവം എൻ്റെ സമീപത്തുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചിലതൊക്കെ പിടിച്ചെടുക്കുവാൻ ദൈവികമായ ശക്തി നമുക്ക് ആവശ്യമാണ്, ദൈവകൃപ നമുക്ക് ആവശ്യമാണ്. ആ കൃപ കൂടുതൽ പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് കടന്നു പോകാം. എൻ്റെ വാക്കിൽ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ യോശുവയുടെ ഈ യാത്രയും പ്രവർത്തനവും നമുക്ക് ചിന്തിച്ചുകൊണ്ട് അവസാനിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നു. ദൈവസ്ഥലം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമായ സുഖസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി കേൾക്കപ്പെട്ട ഓരോ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളായി കിടക്കുന്നവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, വിവിധ ഭാരങ്ങളിലായിരിക്കുന്ന ആളുകളുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഈ സമയത്ത് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജോലിയോടുള്ള ബന്ധത്തിൽ സ്വദേശത്തും വിദേശത്തും ഗൾഫ് മേഖലകളിലും യൂറോപ്യൻ രാജ്യത്തിലും അമേരിക്കയിലും താമസിക്കുന്നവരുണ്ട്. ജോലിയോടുള്ള ബന്ധത്തിൽ കുടുംബമായി പാർക്കുന്നു, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, പഠിക്കാൻ കടന്നുപോയ കുഞ്ഞുങ്ങളുണ്ട്. വിവിധ ഇടങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ.